ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനൽ ടേസ്റ്റ് ആൻഡ് ടെക്കിലേക്ക് സ്വാഗതം. ഇതിൻ്റെ പുതിയ ചാനലാണ്, അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ യൂസ് ചെയ്തിട്ട് സേമി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഗ്യാസിൽ ഒരു പാത്രം വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ഘീ ഇട്ടിട്ട് നമുക്ക് സേമിയ അതിൻ്റെ അകത്തിട്ട് സേമിയ ഒന്ന് ചെറുങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സേമിയ നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സേമിയ ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന അത്ര അതിനാവശ്യമുള്ള വെള്ളം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സേമിയ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ആട്ടപ്പൊടി കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി എടുത്ത് അതിൻ്റെ അകത്ത് കുറച്ച് പാലിട്ടിട്ട് നല്ല ലിക്വിഡായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക. ലംസ് ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പാലിട്ടിട്ട്. നോർമലി എല്ലാ വീട്ടിലും മിൽക്ക് മെയ്ഡൊന്നും വാങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് കൊണ്ട് നമുക്ക് നല്ല പായസമൊക്കെ നല്ല കട്ടിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ ആട്ടപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പായസം നല്ല കട്ടിയായും കിട്ടും, അതിൻ്റെ ടേസ്റ്റും കുറച്ചധികം എൻഹാൻസ് ആയി കിട്ടും. ഇനി നമുക്ക് സേമിയ സോഫ്റ്റ് ആയതിനു ശേഷം പാലിട്ട് കൊടുക്കുക. വെള്ളം ഇട്ടതിനേക്കാളും കുറച്ച് കൂടുതൽ പാലിടണം, എന്നാലാണ് സേമിയ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഈ പാല് കുറച്ച് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യണം. ചൂടായതിന് ശേഷം അതിനകത്ത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ആട്ടപ്പൊടിയും പാലിൻ്റെയും മിക്സ് ഇട്ട് നല്ലതൊന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ആട്ടപ്പൊടീൻ്റെ ആ മിക്സ്ചർ ഇട്ടപാട് തന്നെ നമ്മൾ പായസം നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഏലക്കപ്പൊടിച്ചത് ഇട്ടെടുക്കാം. ഏലക്കപ്പൊടിച്ചത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. നിങ്ങൾക്ക് ഈ പായസം വെറും പാലിലിട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും, കാരണം അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും വെറും പാലിലുണ്ടാക്കിയാൽ. എൻ്റെ അടുക്ക് അത്ര പാലില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തുണ്ടാക്കിയത്, എന്നിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാര ഒന്ന് കുറുക്കിയെടുക്കണം. ഞാൻ പിന്നെയും കുറച്ച് പഞ്ചസാര ഇട്ടിനായിരുന്നു, കാരണം ഞാനിട്ട പഞ്ചസാര വളരെ കുറവായിപ്പോയി. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സാക്കാം. ജസ്റ്റ് ഒന്ന് ചെറിയ ചൂടാകുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. നിങ്ങളെല്ലാവരും ഈ പായസത്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം എത്ര കട്ടിയിലാണ് നമ്മളെ പായസം റെഡിയായി വന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ഇടുന്നത്, വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് തന്നെയാണ്. എല്ലാം ഒന്ന് മിക്സാക്കാൻ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.